1935 ജനുവരി. ശാന്തിനികേതനിലെ സംഗീത ഭവൻ ഹാൾ പതിവ് പോലെ തിങ്ങി നിറഞ്ഞിരുന്നു. ആദ്യമായി കഥകളി കാണുന്ന ആശ്ചര്യവും കൗതുകവും സ്റ്റേജിന് മുന്നിലിരിക്കുന്നവരുടെ മുഖത്ത് വ്യക്തമാണ്. പ്രകാശം ക്രമീകരിച്ച ആ വേദിയിൽ സീതാവഹരണം കഥകളിയായിരുന്നു അവതരിപ്പിക്കുന്നത്. രാവണൻ പതിവ് കഥകളി വേഷത്തിൽ നിന്നും സ്വല്പം വ്യത്യസ്തനായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സീതാവേഷത്തിൽ പതിവിൽ നിന്നും വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വേദിയിൽ ക്രമീകരിച്ചിരുന്ന വെളിച്ചത്തിൽ മേളക്കൊഴുപ്പിന്റെ അകമ്പടിയോടെ എത്തുകയാണ് രാവണവേഷധാരി. തന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ട് കോപാകുലനായ രാവണൻ സീതയ്ക്ക് മുന്നിൽ തന്റെ ദംഷ്ട്രപ്പല്ലുകൾ പുറത്തെടുത്തപ്പോൾ ഭയപ്പെട്ടത് സീത മാത്രമായിരുന്നില്ല. മുൻനിരയിലിരുന്ന പല വിദ്യാർത്ഥികളും ഭയന്ന് പിന്നോട്ട് മാറുകയും ചിലർ ഹാളിന് പുറത്തെ വെളിച്ചത്തിലേക്ക് ഓടിമാറുകയും ചെയ്തു. ആ രൗദ്രഭാവം കണ്ട് പകച്ചു നിന്നവരിൽ അന്ന് ശാന്തിനികേതനിൽ വിദ്യാർത്ഥിയായിരുന്ന ഇന്ദിരാഗാന്ധിയും ഉണ്ടായിരുന്നു. കഥകളിക്ക് പുറമെ നവരസാഭിനയവും മുദ്രകളും നൃത്തവും കണ്ട് ആശ്ചര്യപ്പെട്ട അവർ അന്നു രാത്രി തൻ്റെ പിതാവായ ജവഹർലാൽ നെഹ്റുവിനുള്ള കത്തിൽ ഇങ്ങനെ കുറിച്ചു: ഞാൻ ഇന്നൊരു നൃത്തപ്രകടനം കണ്ടു. ഇതുവരെയുള്ള എൻ്റെ നൃത്തത്തോടുള്ള മുഴുവൻ ബോധ്യങ്ങളും മാറ്റുന്ന ഒന്നായിരുന്നു അത്. അവതരിപ്പിച്ച കലാകാരനോളം മികച്ച ഒരു നർത്തകൻ ഈ നാട്ടിൽ ഇന്നില്ല എന്ന് സംശയമേതുമില്ലാതെ പറയാൻ എനിക്ക് കഴിയും. കഥകളിക്ക് ശേഷം ആ കലാകാരനെ ചേർത്ത് നിർത്തി മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു: ഇദ്ദേഹം ഒരു യഥാർത്ഥ കലാകാരനാണ്. ഭാരതത്തിനകത്തോ വെളിയിലോ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ കഴിവുള്ള കലാകാരന്മാർ വളരെ ഇല്ലെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഇന്നത്തെ പോലെ അലസമായ സമ്പന്നവർഗത്തിൻ്റെ തളർന്ന കാമത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള ഉപായം എന്ന നിലയിലല്ലാതെ നൃത്തം ഭാരതത്തിലെ ഏറ്റവും വലിയ അമൂല്യ കലാരൂപമായി കരുതപ്പെട്ടിരുന്ന മഹത്തായ ഭൂതകാലത്തിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം ഉണർത്തി. നമ്മുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വലിയൊരു പാഠമായിരുന്നു. നൃത്തം നമ്മുടെ ഇടയിൽ വീണ്ടും പ്രചാരത്തിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്ക് ശരിയായ നേതൃത്വം നൽകുന്നു. എന്തെന്നാൽ അതിൻ്റെ അഭാവത്തിൽ നാം ഇന്നും ഇരുളിൽ തപ്പിത്തിരയുകയാണ്. ടാഗോർ അന്ന് ചേർത്ത് നിർത്തിയ നർത്തകൻ, തിരുവിതാംകൂർ മഹാരാജാവ് 25-ാം വയസ്സിൽ വീരശൃംഖല നൽകി ആദരിച്ച വ്യക്തി, കൃഷിക്കും കഥകളിക്കും പേരുകേട്ട കുട്ടനാട്ടിലെ കലാകാരന്മാരുടെ പരമ്പരയിൽ 1908 ജൂൺ 24 ജനിച്ച പെരുമാനൂർ ഗോപിനാഥൻ പിള്ള എന്ന ഗുരു ഗോപിനാഥ്.